പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിമ്പിളായിട്ട് നിങ്ങളെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കൈൻ മാസ്റ്റർ എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ കൈൻ മാസ്റ്റർ എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൈൻ മാസ്റ്റർ എന്നുള്ളത് ഇത് കാണാനായിട്ട് സാധിക്കും. ഉടനെ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളിത് ഈ അവിടെ ഓപ്പൺ എന്ന് കാണുന്ന അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ അലോ ചോദിക്കും. നിങ്ങൾ ചോദിക്കുന്ന അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് കാണിക്കുന്ന അവിടെ തന്നെ ഒരു പ്ലസിന്റെ ഐക്കോണോടുകൂടി ഇങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടോട്ട് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതേമാതിരി 16:9, 9:16, 1:1 ഇങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് 9:16 എന്നുള്ളത് ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്ന സൈസാണ്. അതിനടുത്ത് 1:1 എന്നുള്ളത് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആ സൈസാണ്. ഓക്കെ, നമുക്ക് പക്ഷേ ആദ്യത്തെ 16:9 എന്നുള്ള ആ ഇതാണ് വേണ്ടത്. ആ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വീഡിയോയ്ക്കുള്ള രീതിയാണ്. അപ്പം നമ്മൾ അതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ അലോ വല്ലതും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതേമാതിരി ഒരു ഇതായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ആയ ഇവിടെ ആയിട്ട് ആൾ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ആൾ എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വരാനുള്ള ഓപ്ഷനാണ് ഈ ആൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയാണ് ഓപ്പൺ ആവുന്നത്. അത് പ്രത്യേകം ഓർക്കുക. അത് എപ്പോഴും നമുക്ക് ആവശ്യം വേണ്ടി വരുന്നതാണ്, അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക. പക്ഷേ ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഇമേജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമേജിൽ ഞാനൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇമേജിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്കിങ്ങനെ പല പല കളർ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് പല പല കളർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. പക്ഷെ ഇനി അടുത്ത ഒരു 3 ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. ഈ 3 ബാക്ക്ഗ്രൗണ്ടിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ കൈൻ മാസ്റ്റർ എന്നുള്ള ലോഗോ റൈറ്റ് സൈഡ് മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. അതപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ നീക്കം ചെയ്യാവുന്നുള്ളത്. ഓക്കെ, നമ്മുടെ വീഡിയോയ്ക്ക് എത്ര ലെങ്ത് ഉണ്ടോ, 10 മിനിറ്റ് ആണോ 15 മിനിറ്റ് ആണോ അതിന്റെ അനുസരിച്ച് ഇതിന്റെ ലെങ്ത് ഇങ്ങനെ നമ്മൾ കൂട്ടി കൊടുക്കുന്ന ഇതേ രീതിയിലാണ്. ഓക്കെ, ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മൾ വേണ്ടുന്ന ലെങ്ത് ഇതേമാതിരി കൂട്ടി കൊടുക്കണം. അപ്പൊ ഈ ലെയറിന് നമ്മൾ ഇത്രയും ലെങ്ത് കൂട്ടി, അതായത് ബാക്ക്ഗ്രൗണ്ട് ആണിത്. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത് കൂട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ലെയർ എന്നുള്ള മുകളിലായിട്ട് കാണുന്ന ലെയർ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നേ ഇത് മീഡിയ എന്ന് കാണാം. ആ മീഡിയ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നേ നമുക്ക് ഇതുകൊണ്ടൊക്കെ വീണ്ടും ഇതുകൊണ്ടൊക്കെ ഈ പേജ് ഇങ്ങനെ ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി കഴിയുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ആൾ എന്നുള്ള ഓപ്ഷൻ. ഈ ആൾ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുന്നേ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഒരു വീഡിയോ, നമുക്ക് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യും. ഇങ്ങനെ ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ലെയറിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഓപ്ഷൻ മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുന്നേ ഇവിടെയായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് സ്ക്രീൻ. ഓക്കെ, ഈ സ്പ്ലിറ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിയുന്നേ ഇതുണ്ട് ഇവിടെയായിട്ട് ഓഫ് എന്ന് എഴുതിയതിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ കോളത്തിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നേ ഇത് നമുക്ക് വീഡിയോ ഫുൾ സ്ക്രീനിലാവും. അതായത് നമുക്ക് ഫുൾ സ്ക്രീനിലാക്കാനുള്ള ഓപ്ഷനാണ് ഈ ഒരു രീതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് നമ്മൾ അത് ഇങ്ങനെ അതിനെപ്പറ്റി വിവരിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വേറെ എന്തെങ്കിലും ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആയിരിക്കും. അതെല്ലാം ഇങ്ങനെ നമ്മൾ സൈഡിൽ കാണിച്ചിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി വിവരിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ മീഡിയയിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ഈ ആൾ എന്നുള്ള ഓപ്ഷനിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, അത് ഈ ആൾ എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഗാലറിയിൽ പോകുന്നതെന്ന്. ഗാലറിയിൽ ഇതേ രീതിയിൽ നമ്മൾ ഗാലറിയിൽ എത്തിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഉദാഹരണമായിട്ട് മാത്രം എടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വിവരിച്ച് പറയാനായിട്ട് ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കൊണ്ടുവന്നു. സ്ക്രീനിൽ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമല്ലോ, അതിനുശേഷമായിരിക്കുമല്ലോ ഇത് സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് അവിടെ നിന്നായിരിക്കുമല്ലോ ബാക്കി ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അത് എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ആ സ്ക്രീൻഷോട്ടിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം അതിന് മുകളിലുള്ള നമ്മളെ വീഡിയോ, ആ വീഡിയോ അവിടെ കട്ട് ചെയ്യണം. അതിനായിട്ട് ആ വീഡിയോ
അതിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇത് കണക്ക് ട്രിം എന്നുള്ളതിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെയായിട്ട് ഒരു 3 ഓപ്ഷൻ വരും. മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ സ്പ്ലിറ്റ് എന്നുള്ളത്, അതിൽ ടച്ച് ചെയ്ത് കഴിയുന്ന തന്നെ നമുക്ക് ഇതേമാതിരി തന്നെ കട്ടാവും. ഓക്കെ, അതപ്പോൾ കട്ടായി. ആ കട്ടാക്കിയതിന് റൈറ്റ് സൈഡിലോട്ടുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കട്ടാക്കിയ വീഡിയോയിൽ അവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ളത് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ ആദ്യമേ നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് പോയില്ല, അതേ രീതിയിൽ തന്നെ ഇങ്ങനെ അത് ഓഫ് ചെയ്യണം. ആദ്യമേ നമ്മൾ അത് റൈറ്റ് സൈഡിൽ ഓഫിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള അവിടെ ടച്ച് ആയിരുന്നു ചെയ്യുന്നത്. എന്നാൽ ഇപ്പം വിപരീതമായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിയുന്ന തന്നെ ഇതേമാതിരി സ്ക്രീൻ അങ്ങ് ഫുൾ സ്ക്രീനിൽ നിന്ന് ചെറുതാവും. ഫുൾ സ്ക്രീൻ ഇങ്ങനെ ചെറുതായി കഴിയുന്ന തന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കാണുന്ന ക്രോപ്പ് എന്നുള്ളത്, ആ ക്രോപ്പിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിലായിട്ട് മാസ്ക് എന്നുള്ളത് അത് റൈറ്റ് സൈഡിൽ അത് മാസ്ക് അത് ഓൺ ചെയ്ത് കൊടുക്കണം, എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് ക്രോപ്പ് ചെയ്യുകയാണ്. അതായത് നമ്മൾ സൈഡിൽ വേണ്ടാത്ത ഭാഗം എടുത്ത് മാറ്റി നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രമായിട്ട് എടുത്ത് അത് ചെറിയൊരു ഇതായിട്ട് ആക്കി മാറ്റുകയാണ്. അത് മാറ്റിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രം, അതായത് നമ്മൾ ഇത് വേണ്ടുന്ന ഭാഗം മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പം നിങ്ങൾ ഒന്ന് നോക്കണം ഇത് കണക്ക്. അതിനുശേഷം ഈ ഷേപ്പ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഇതേമാതിരി ഷേപ്പ് നമ്മൾ റൗണ്ട് ഷേപ്പ് എടുക്കുകയാണ്. ഓക്കെ, ഇതേമാതിരി അപ്പോൾ റൗണ്ട് ഷേപ്പ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ വേറെ ഷേപ്പ് തൊട്ടടുത്ത ഷേപ്പ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. അപ്പോൾ എനിക്ക് ഇത് റൗണ്ട് ഷേപ്പ് എടുക്കുകയാണ് ഞാൻ, റൗണ്ട് ഷേപ്പ്. അപ്പം നിങ്ങൾ ഈ സൈസ് എല്ലാം ഒന്ന് കണ്ടിരിക്കണം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈസുകളിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പ് ഇത് കണക്ക് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് അത് നമുക്ക് എവിടെ അത് എത്ര വലുപ്പം വേണോ അത്രയും വലുപ്പത്തിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇത് വലുതാക്കി ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇതേ രീതിയിലാണ് അപ്പം വലുതാക്കി സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഒന്ന് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇടയ്ക്കൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഷേപ്പ് മാറ്റിയില്ലേ, അപ്പോൾ അത് നല്ല രീതിയിലാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയുടനെ ഈ വീഡിയോയുടെ സൗണ്ട് വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോയുടെ സൗണ്ട് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് സ്പീഡ് എന്നുള്ള ഇവിടെ ഇതിൽ ടച്ച് ചെയ്തിട്ട് ഇത് കണക്ക് മ്യൂട്ട് ഓഡിയോ എന്നുള്ളത് അതങ്ങ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്ത് നോക്കിയുടനെ സൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമുക്കിത് നോക്കേണ്ടത് നമ്മൾ ആ ജോയിന്റ് ആണ് നോക്കുന്നത്. ആ ജോയിന്റ് നമ്മൾ ജോയിന്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളത് നോക്കുന്നത്. അവിടെ ഗ്യാപ്പ് ഒന്നും ഇല്ല, നല്ല രീതിയാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇത് പ്ലേ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയും നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻഷോട്ടിന്റെ 4 സൈഡ് നമുക്ക് ക്രോപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇത് കണക്ക് ഈ ക്രോപ്പ് എന്നുള്ള ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇത് കണക്ക് നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പ്. അപ്പോൾ ആദ്യമേ നമ്മൾ റൗണ്ട് ഷേപ്പ് ഇത് കണക്ക് വീഡിയോയുടെ ഇതിന് എടുത്തില്ലേ, ഇത് പക്ഷേ ഈ ഷേപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അതായത് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടിന്റെ ഷേപ്പ് 4 സൈഡും അത് ഇച്ചിരി കട്ട് ചെയ്ത മാതിരി റൗണ്ട് ആക്കിയ മാതിരി ആയില്ലേ. അപ്പൊ ഇതേമാതിരി ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇത് എന്തിനാ ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കും. അത് ചെയ്തത് ഇപ്പം ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മൊബൈൽ PNG ഇത് കണക്ക് സെറ്റ് ചെയ്യും ഇതിന്റെ മുകളിലായിട്ട്. അപ്പോൾ ഒരു മൊബൈലിൽ നിങ്ങൾ കാണുന്ന മാതിരി തോന്നാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു മൊബൈൽ PNG ഇത് കണക്ക് തന്നെ പോയി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു മൊബൈൽ PNG ഇത് കണക്ക് സെലക്ട് ചെയ്ത് ഇതിന്റെ മുകളിലായിട്ട് നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം ഇവിടെയായിട്ട് ഇതേ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് മൊബൈൽ PNG സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണക്ക് സെറ്റ് ചെയ്തു. പക്ഷെ സെറ്റ് ചെയ്തണക്ക് ഇത് ഒരു തൃപ്തി വരുന്നില്ല എനിക്ക്. ഇപ്പൊ ശരിയായിട്ടൊരു ശക്കല ഒരു ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടല്ലോ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഇത് കണക്ക് ഇവിടെയായിട്ട് റീപ്ലേസ് എന്ന് കാണുന്നില്ലേ, അപ്പൊ അവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ കളർ അങ്ങ് ചേഞ്ച് ചെയ്താൽ മതി. ഇതേമാതിരി ഇപ്പൊ നമുക്ക് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്, ആ കളർ അങ്ങ് മാറിയപ്പം നമുക്ക് ബ്ലാക്ക് കളറ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇതൊന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വേറെ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇതേ രീതിയിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ജോയിന്റ് വന്ന് ആ ജോയിന്റ് വന്ന് ഇങ്ങനെ പ്ലേ ആവുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അത് നല്ലവണ്ണക്ക് ഇപ്പൊ PNG സെറ്റ് ചെയ്തേക്കുന്ന നല്ല, അതായത് ഒരു മൊബൈലിനകത്ത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുന്ന മാതിരി ഉണ്ട് അല്ലേ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 ലെയർ, അതായത് ഈ മൊബൈൽ PNGയുടെ ലെയറും അതിന് താഴെയായിട്ടുള്ള നമ്മൾ സ്ക്രീൻ ഷോട്ട് എടുത്തില്ലേ അതിന്റെ അത് എത്ര ലെങ്ത് കൂട്ടണോ അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതേ രീതിയിൽ ഇങ്ങനെ ലെങ്ത് കൂട്ടി കൊടുക്കണം ഇത്.
നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച്. ഓക്കെ, ഇതേ രീതിയിലാണ് ലെങ്ത് അപ്പം കൂട്ടി കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ തൊട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യിച്ചാൽ അത് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഇതപ്പോൾ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. കൂട്ടിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് ഇപ്പൊ സ്ക്രീൻ ഷോട്ടിന്റെ ഇത് നമ്മൾ വിവരിച്ച് നമ്മൾ പറഞ്ഞു എന്ന് വെച്ചു. പറയാനുള്ളത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതാണ് വേണ്ടത്. അടുത്തത് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് എടുത്തത് അത് ഇതുകൊണ്ട് ഗാലറി പോയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഗാലറി പോയിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ ആദ്യമേ പോയി എടുത്തത് അതേ രീതിയിൽ ഇതുകൊണ്ട് ഗാലറി നമ്മുടെ മൊബൈലിന്റെ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഇതുകൊണ്ട് ഒരു സ്ക്രീൻ റെക്കോർഡ്, അതായത് സ്ക്രീൻ റെക്കോർഡ് ഞാൻ ആദ്യമേ തന്നെ ചെയ്തു. നമ്മൾ എപ്പോഴായാലും ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്തു വെക്കത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ ആദ്യമേ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇതുകൊണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് ഇതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അത് ഏത് രീതിയിലാണ് ഇനി സെറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെ ആദ്യമേ നിങ്ങളെ കാണിച്ച അതേ രീതിയിൽ തന്നെ ഇതുപോലെ ക്രോപ്പ് ചെയ്തതിന് ശേഷം ഇതുപോണക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട് ഇത് മൊബൈൽ PNGയുടെ ഉള്ളിലായിട്ട് ഇതുപോണക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. ആദ്യമേ നമ്മൾ നേരെ തിരിച്ചായിരുന്നു സെറ്റ് ചെയ്തത്. സ്ക്രീൻ ഷോട്ട് എടുത്തു വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ മൊബൈൽ PNG ചെയ്യുകയായിരുന്നു. ഇത് ഏത് രീതിയിൽ വേണേലും ഇതേ രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം എന്താണോ ഇത് പറയേണ്ടത്, നമ്മൾ ഇതിന് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞാൽ അതിവിടെ നമ്മൾ പറയുക. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇത് കണക്ക് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തണക്ക് നമ്മുടെ വീഡിയോയ്ക്കൊന്നും വ്യൂ ഒന്നും വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് ഇവിടെ ആയിട്ട് ഈ കാണിച്ചേക്കുന്ന ഒരു ചാനലിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാനലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സബ്, അതായത് 20,000-ന് മുകളിൽ സബ് ഉണ്ടെങ്കിൽ പോലും വീഡിയോയ്ക്കൊന്നും അധികം വ്യൂസ് ഇല്ല. അപ്പൊ ആ വ്യൂസ് എന്തുകൊണ്ടാണ് വരാത്തത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇങ്ങനെ വിവരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഒരു വിവരണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ കാണിച്ചാണ്. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡൊക്കെ വെച്ചിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ വിവരിക്കാനായിട്ട് സാധിക്കും. എന്താണോ നമുക്ക് അതിനെപ്പറ്റി വിവരിക്കേണ്ടത് അതിങ്ങനെ വിവരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വിവരിക്കാൻ വേണ്ടി ഇതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് നമ്മൾ ഉപയോഗിക്കും. ഇനി നമ്മൾ മെയിനായിട്ട് അതായത് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സാധാരണ നോർമലായിട്ട് ഒരു വീഡിയോയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ലാസ്റ്റിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ടൊക്കെ ലൈക്ക്, ഷെയർ ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യത്തില്ലേ, ആ സെറ്റ് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാം. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ടിങ് ഒരു ശകലം കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ച് പറയത്തില്ലേ, അത് പറയുന്നതിന് ശേഷം ഉള്ള ഒരു സെറ്റിംഗ് ചെയ്ത് കാണിക്കാം. അപ്പൊ അതിന് മുന്നായിട്ട് ഈ സെറ്റിംഗ് എങ്ങനെയാണ്, ഇതിപ്പോ ഒരു ലൈക്കും ഇതുകൊണക്ക് ഷെയറും ഒക്കെ ഇതൊക്കെ ഞാൻ ഇതുകൊണക്ക് ഗാലറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ ലൈക്ക് സെറ്റ് ചെയ്യുന്ന ഇതുകൊണക്ക് ലൈക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളൊരു ലൈക്ക്, ഷെയർ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇതുകൊണ്ടൊക്കെ ലൈക്ക് ഇതുകൊണ്ടൊക്കെ നമുക്ക് എവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണോ അതേ രീതിയിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം ഇതുകൊണ്ടൊക്കെ ഇൻ ആനിമേഷനിൽ നമുക്ക് ഇത് ഏത് രീതിയിൽ മൂവ്മെന്റ് ഇങ്ങനെ വരണം, സ്റ്റാർട്ടിങ് മൂവ്മെന്റ് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഈ ഇൻ ആനിമേഷൻ എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് മൂവ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡ് റൈറ്റ് എന്നുള്ളിടത്ത്, അതായത് സ്ലൈഡ് റൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ മൂവ്മെന്റ് ആവും. അതിനുശേഷം ഇത് എത്രയും ലെങ്ത് വേണോ അത്രയും ലെങ്ത് ഇതിന് കൂട്ടിയതിന് ശേഷം ഓവറോൾ ആനിമേഷൻ, അതായത് എപ്പോഴും ഇത് മൂവ്മെന്റ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ അത് മൂവ്മെന്റ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ബ്ലിങ്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ലൈക്കിന്റെ ബട്ടൺ അത് വരുന്ന ആ സമയം തൊട്ട് ലാസ്റ്റ് വരെ അത് ഇങ്ങനെ മൂവ്മെന്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത് നമുക്ക് ഷെയർ ഇതുകൊണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നത്, അത് ഇതുകൊണ്ടൊക്കെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇതേമാതിരി കൊണ്ടുവന്ന് ഇൻ ആനിമേഷനിൽ ടച്ച് ചെയ്തിട്ട് ഇതേമാതിരി തന്നെ നമുക്ക് സ്ലൈഡ് ഡൗൺ, ഇത് മുകൾ ഭാഗത്തല്ലേ സെറ്റ് ചെയ്തേക്കുന്നത്, അപ്പൊ അത് താഴോട്ട് വരണം. അതേ രീതിയിൽ നമ്മൾ സ്ലൈഡ് ഡൗൺ കാണിച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈഡ് ഡൗൺ എന്നുള്ളിടത്തോട്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതേമാതിരി ഇങ്ങനെ മൂവ്മെന്റ് താഴോട്ട് വരും. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഇതുകൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ബട്ടന്റെ എൻ്റെ ഇത് ലോഗോയിൽ അടങ്ങുന്ന ഈ സെറ്റ് ചെയ്യുന്നു. ഇതേമാതിരി തന്നെ നമുക്ക് എവിടെ സെറ്റ് ചെയ്യണോ അവിടെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇതുകൊണ്ടൊക്കെ ഇൻ ആനിമേഷൻ ഇതുകൊണ്ടൊക്കെ സ്ലൈഡ് അപ്പും ഔട്ട് ആനിമേഷൻ ഇതുകൊണ്ടൊക്കെ സ്ലൈഡ് ഡൗണും സെറ്റ് ചെയ്യണം. ഇതുകൊണ്ടൊക്കെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഏത് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വർക്ക് ആവുന്നത്. അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്
ഇത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ആണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തു. അപ്പോൾ സെറ്റ് ആയത് നല്ല ഓണക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമായതിനു ശേഷം നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്താനായിട്ട് സാധിക്കും. അത് നികത്തിയതിനു ശേഷം വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, ഈ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ വീഡിയോയിൽ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സെറ്റ് ഇത് ചെയ്യുന്നു. അപ്പൊ ഇവിടെയായിട്ട് നമ്മൾ വിവരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് ഉണക്ക് ചെറിയൊരു ഷോർട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ഭാഗം വിവരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുതുമയായിട്ട് വരാൻ വേണ്ടി നമുക്ക് ഇത് ഉണക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോ ആയിട്ട് ശരിക്കും പൊരുത്തപ്പെടുന്ന, അതായത് അതിന് നല്ല മാച്ചുള്ള രീതിയിലുള്ള ഇത് ഉണക്ക് കട്ടുകൾ വേണം നമ്മളിങ്ങനെ കൊടുക്കാനായിട്ട്. അതപ്പോൾ ഇത് ഉണക്ക് നമ്മൾ കൊണ്ടുവന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഭാഗം ഇത് ഉണക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇത് ഉണക്ക് ലെഫ്റ്റ് സൈഡ് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുക, റൈറ്റ് ട്രിം എന്നുള്ളതായി ടച്ച് ചെയ്തിട്ട് ഇത് ഉണക്ക് ട്രിം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ട്രിം റൈറ്റ് ഇത് ചെയ്താൽ മതി, ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രിം ലെഫ്റ്റ് ആണ്. ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് എവിടെ നമ്മൾ സെലക്ട് ചെയ്യണോ അത് അവിടെ കൊണ്ടുവന്ന് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഫുൾ സ്ക്രീൻ ആക്കണം. ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇതേ രീതിയിൽ നമ്മൾ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ളത് അതിൽ ടച്ച് ചെയ്തിട്ട് ഇത് ഉണക്ക് ഈ ഓഫിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ കോളത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഫുൾ സ്ക്രീൻ ആവും. അപ്പൊ ഇതേ രീതിയിൽ നമ്മളത് ഫുൾ സ്ക്രീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതപ്പോൾ ആദ്യമേ തന്നെ കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും ഭാഗം ഇത് ഉണക്ക് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഉണക്ക് ഇപ്പം നമ്മൾ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യമേ നമ്മൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അപ്പൊ റൈറ്റ് സൈഡും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഇത് ഉണക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്കിത്. അപ്പൊ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാം, നമുക്ക് ഇത് മാച്ച് ആവുന്ന ഇതായിരിക്കണം. നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ളതായിരിക്കണം. അതേ രീതിയിലുള്ള ഇതേ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് വീഡിയോയ്ക്ക് ഇടയ്ക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇങ്ങനെ ഇത് ഉണക്കുള്ള ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇത് ഉണക്ക് വീഡിയോ ആയിട്ട് യോജിക്കുന്ന രീതിയിൽ ഇത് ഉണക്ക് കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭാഗങ്ങളിൽ നമുക്ക് വീഡിയോയിൽ നമ്മൾ പറയുന്ന രീതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കട്ടുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോയ്ക്ക് ഇച്ചിരി അങ്ങടെ നല്ല റീച്ച് കിട്ടാനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് വീഡിയോ എഡിറ്റിംഗ് നമ്മുടെ കംപ്ലീറ്റ് ആയെങ്കിൽ അതിനുശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യാനായിട്ട് തന്നെ ഇവിടെയായിട്ട് ഈ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു അപ്ലോഡിന്റെ ഐക്കോണിൽ അപ്ലോഡ് എന്നുള്ള ഇതിൽ ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കണക്ക് നമുക്ക് ഓപ്ഷൻ കാണിക്കും. ഇത് കണക്ക് ഈ ക്വാളിറ്റി ഞാനാണെങ്കിൽ ഓൾറെഡി ഇത് കൂട്ടി ആണ് വെച്ചിരിക്കുന്നത്, ഹൈ ക്വാളിറ്റി. അപ്പൊ അതുകൊണ്ട് ഹൈ ക്വാളിറ്റി ഇത് കണക്ക് കൂട്ടിയാണ് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം നോക്കുക. ഇത് കുറവാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടി ഫുൾ കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഇത് കണക്ക് സേവ് ആസ് വീഡിയോ എന്നുള്ളത് ഇവിടെയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് നമ്മുടെ സേവ് ആവും. ഓക്കെ, ഇതിപ്പോ ഈ കൈൻമാസ്റ്ററിന്റെ ലോഗോ ഇത് കണക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നീക്കം ചെയ്യാമെന്നുള്ളത് പറയാമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് നീക്കം ചെയ്യാനായിട്ട് ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. അത് നീക്കം ചെയ്യുന്നതിന് അത് ഒരു വർഷത്തിലുള്ള പേയ്മെന്റോ അല്ലെങ്കിൽ ഒരു മാസത്തിലുള്ള പേയ്മെന്റോ അവർക്ക് പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ഇത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാതുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നിങ്ങൾ ആ കറക്റ്റായിട്ട് ഞാൻ എല്ലാത്തിലും ആരോഗ്യം എല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് രണ്ടാമത് ഒന്നുകൂടെ നിങ്ങൾ ഇത് പ്ലേ ചെയ്ത് മനസ്സിലാവാത്ത ഭാഗം ഒന്നുകൂടെ പ്ലേ ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് നിങ്ങൾ ആ ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് മറക്കരുത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.